ഈ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന കുറേ ഭീകരമായ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൻ്റെ കൺസെപ്ച്വലി തന്നെ അത്തരം അബദ്ധങ്ങൾ ഇതിലില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. പലപ്പോഴും ഓവർ റീഡ് ചെയ്തിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെ ഇത്തരം സംഗതികൾ അവതരിപ്പിക്കുന്ന ഒരു സംഗതിക്കപ്പുറത്ത് ഇതിൻ്റെ പ്ലോട്ടും സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളേ ഉള്ളൂ എന്നത് ഒരു നല്ല, പലപ്പോഴും നമ്മൾ ഇത്തരം ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് അതിന് എൻ്റെയർ കൺസെപ്റ്റിനോട് തന്നെ വിയോജിക്കേണ്ടി വരുന്ന ഒരുപാട് തലങ്ങൾ സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള കണ്ണുകളൊക്കെ നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അപ്രീസിയേഷൻ ഓഫ് പോയട്രി അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഓഫ് സിനിമ എന്ന് പറയുന്നത് നല്ലത് മാത്രം പറയലല്ല, സിനിമയുടെ എല്ലാ അർത്ഥങ്ങളിലേക്കും കടന്നു ചെന്ന് അതിൻ്റെ എല്ലാ ലെവലുകളിലേക്കും പോയിട്ട് അതിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് അപ്രീഷിയേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ അർത്ഥം അല്ലെങ്കിൽ ഞാൻ കാണുന്നത്. ഞാൻ സിനിമയെ ആരംഭം മുതൽ അവസാനം വരെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ പൊതുവെ അധികം ആളുകൾ കൈവെക്കാൻ മടിക്കുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. കാരണം അത് ബിക്കോസ് നമുക്ക് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാറ്റഗറി ആയിട്ട് തിരിക്കാം, പനി, ജലദോഷം, അങ്ങനെ തിരിക്കാൻ പറ്റുമെങ്കിലും മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് എത്രത്തോളം ഇങ്ങനെ ബ്രാക്കറ്റ്സിനുള്ളിൽ നിർത്താൻ കഴിയുമെന്നറിയില്ല. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരക്ടറിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമേ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടും അതിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓവറോൾ നല്ലതായിരുന്നു. ഓവർ ഡയലോഗ്സ് ഇല്ല, മൊത്തം സിംബോളിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് വെരി ഇംപ്രസീവ്. കുറച്ചുകൂടി ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോർമൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ ഒരു ഇതിലേക്ക് വന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സ്റ്റുഡന്റ് എന്ന രീതിയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർക്ക് കുറെ കാര്യങ്ങൾ ഫോണിൽ കൂടെ പാസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ബട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്കത് പ്രയാസമാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിച്ചാൽ തന്നെ തീരാവുന്നതുള്ളൂ എന്നുള്ളൊരു മെസ്സേജൊക്കെ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കമ്മ്യൂണിക്കേഷൻ ഇസ് കീ എന്നാണ് എനിക്ക് മനസ്സിലായത്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു ഏത് റിലേഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാന്നും പിന്നെ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ലാന്നും ഉള്ളൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. ഈ റീ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വരെ എനിക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ്ഡ് ആയിരുന്നു ഞാൻ. ആ ഒരു കോള് വരുന്നത് വരെ എനിക്ക് സിനിമ മുന്നോട്ട് എന്നെ കണക്ട് ചെയ്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓരോ മൊമെന്റിലാണ് നമുക്കൊക്കെ എനിക്ക് കണക്ട് ആവുക. അപ്പൊ അങ്ങനെ എത്തി. അപ്പൊ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഇതിൽ ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന്റെ സ്ക്രിപ്റ്റ് ലെവലിൽ കുറച്ചും കൂടി കട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചില ന്യൂആൻസസ് എന്തിനാണെന്ന് നമുക്ക് ഒരു പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ ക്ലിയർ ആവാത്തൊരു പ്രശ്നം വരുന്നു. അപ്പം രാത്രി 12:30 നമ്മൾ അവിടെ പോയി നിന്നിട്ട് ഒറ്റക്ക് പോയി നിന്നിട്ട് ഇതിൻ്റെ സൗണ്ട് എടുക്കും. ഇപ്പോൾ ഏത് ഏജിനകത്താണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറേ സംഗതികൾ കിടക്കുന്നുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ പലതും ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ. അങ്ങനെ നമുക്കൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഓരോ വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞത് കൊണ്ട് അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ ഒരു ഇതിൻ്റെ അകത്ത് ഏജിന് ആള് പറയാം ഈ പ്രായത്തിലോ ആരും ചോദിക്കും. കുട്ടികളാണെങ്കിൽ പോലും ചോദിക്കുക, അല്ലെങ്കിൽ വലിയവരാണെങ്കിലും ചോദിക്കുക, ആരും ചോദിക്കും ഇപ്പോഴോ ഇനിയിപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ ഡ്രാമ പഠിക്കാൻ പോവാം, ഇനി സിനിമ ചെയ്യാൻ പോവാം. അപ്പോൾ അറ്റ് ദ എൻഡ് സ്റ്റോറി മുഴുവനായിട്ട് കണക്റ്റായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ റീനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയത് ഈ ഒരു പടമാണ്. അത് ലാസ്റ്റ് മറ്റേ ഹെവനെ പറ്റിയൊക്കെ പറയണ്ട, ആ ഡോഗിന്റെ അതൊക്കെ ഭയങ്കരമായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ അത് ആക്ച്വലി സബ്സ്റ്റൻസ് അബ്യൂസിനെ എൻകറേജ് ചെയ്യണ മാതിരി തോന്നി. ബിക്കോസ് ഇതിലാണ് എനിക്ക് കുറച്ചുകൂടി ആർട്ട് കാണാൻ പറ്റി. അതായത് മേക്കർക്ക് ഒരു എന്താണ്, ഞാൻ അങ്ങനെ ഇപ്പോൾ ഷമീമിന്റെ ഭാവി ഞാൻ പ്രവചിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും ഇത് കുറെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഡെപ്പിക്ഷനാണ്. എനിക്ക് അതിൻ്റെ മ്യൂസിക് ആയാലും ശരി, എനിക്ക് അതിൻ്റെ ക്യാമറ വർക്ക് വളരെ രസമായിട്ട് എനിക്ക് അതിൻ്റെ ക്യാമറ വർക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ആവും, അല്ലെങ്കിൽ അതിൽ പറഞ്ഞല്ലോ ചിലയിടങ്ങളിലൊക്കെ ക്യാമറ ജർക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ ഉണ്ടാവും. ഇതിൽ ആ ഓടുമായിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നൊരു ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഷാഡോ ഉപയോഗിച്ചിട്ടുള്ള ഒരു അവാർഡ് വിന്നിങ് ഫോട്ടോഗ്രാഫ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മരുഭൂമിയിലൂടെ ഒട്ടകങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ നിഴല് മറ്റൊരു ഒട്ടകത്തിനെ കാസ്റ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര അവാർഡ് വിന്നിങ് ഫോട്ടോഗ്രാഫ് ഉണ്ട്.
അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതായിരുന്നു. ആ വയലിലൂടെ അവരിങ്ങനെ നടക്കുന്നതും അവരിങ്ങനെ വന്നിട്ടൊരു സർക്കിൾ പോലെ ഇങ്ങനെ ഒരു സ്പൈറൽ പോലെ ആയി മാറുന്ന ആ സാധനമൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു. അവിടെ ഏതോ ഒരു ഷോട്ടിലോ മറ്റോ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്നുള്ളൊരു സ്പീഡ് കൂടുതലായിപ്പോയി അവിടെ. അതിലാണ് ഒന്ന് നമ്മൾ ആ വിഷ്വലിനെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ബ്രേക്ക് വരുന്നുണ്ട്. അതിനെ ഒരു നോർമൽ പേസിൽ മെല്ലെ സ്പീഡ് കൂടിയിരുന്നെങ്കിൽ, ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് സ്പീഡ് ആയിരുന്നെങ്കിൽ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയെന്ന് എനിക്ക് തോന്നി. ആ ഭാഗങ്ങളൊക്കെയും എനിക്ക് എന്താ പറയുക, ഒരു തിയേറ്റർ സെൻസ് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് സാധാരണ ഓഡിയൻസിന് പറ്റിയൊരു സിനിമയേ അല്ല. ഇത് കോമൺ ആയിട്ട് ഇത് പബ്ലിക്കായിട്ട് ഇത് പ്രദർശിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഷമീമിനോട് പറയാനുള്ളത്. കാരണം അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഓഡിയൻസിന്. അപ്പൊ ആ മനസ്സിലാവാതെ വരുന്ന അതൊരു തെറ്റല്ല. അത് മനുഷ്യൻ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പോൾ ഇവരുടെ പ്രായത്തിൽ എന്നെ കാണിച്ചാൽ ചിലപ്പോൾ ഞാനും എനിക്കിതൊന്നും മനസ്സിലായില്ല എന്ന് തന്നെയായിരിക്കും പറയുക. അപ്പോൾ ഇതൊരു സെലക്റ്റീവ് ഓഡിയൻസിനെ മാത്രം കാണിക്കാനുള്ള സിനിമയാണ്. പറയുന്നല്ലോ, ഷമീം നാളെ ലൈഫിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടങ്ങളിൽ എത്തുമ്പോൾ ഈ സിനിമ ആളുകൾ തെരഞ്ഞു പോയി കാണുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് ഇപ്പൊ എനിക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത്ര അത് മികച്ചൊരു വർക്ക് ഓഫ് ആർട്ടാണ്. മലയാളത്തിൽ വളരെ ചുരുക്കം സിനിമകളെ ഇതുപോലെ ഇറക്കാൻ ധൈര്യമുള്ള ആളുകൾക്ക്. ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് ഒരു യൂറോപ്യൻ ഇൻഡസ്ട്രിയിലോ അമേരിക്കൻ ഇൻഡസ്ട്രിയിലോ ഒക്കെ ആണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇത് ഇറക്കാൻ ധൈര്യം ഉണ്ടാവും. പക്ഷെ മലയാള ഇൻഡസ്ട്രിക്ക് ക്രിറ്റിസിസം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇത്തരം സിനിമകൾ ഇറക്കുന്നത് വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു, 17 16 മറ്റാണ് IFFK നായിന്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണ സിനിമ വന്നിരുന്നു. അന്ന് കണ്ട ഭൂരിപക്ഷം ആളുകൾക്ക് ആ സിനിമ ദഹിച്ചിട്ടില്ലേ. ഇപ്പൊ നമ്മള് AI എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന പലതിനെ കുറിച്ചും അന്നേ റെഫറൻസ് ഉണ്ട്. മനസ്സിലായി. അത് നാളെ ഒരു മനുഷ്യനൊരു ഹൃദയം വെച്ച് പിടിപ്പിക്കലൊന്നും ഒരു വലിയ പ്രശ്നമല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ സിനിമ ആളുകൾ തെരഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ ഇത് ഇറ്റ് വിൽ ബി മാർക്ട്. ഇത് ഒരു നാഴികക്കല്ലായിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ ഇത് ആളുകൾ കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ചും ജേർണലിസം വിദ്യാർത്ഥികൾ, സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. പിന്നെ സിനിമയുടെ ബൗണ്ടറി പൊളിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈമൊന്നുമല്ലല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു നോൺ അല്ലെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫോർമാറ്റും അങ്ങനെ ഒരു പിന്നെ മെക്കാനിസം മാത്രം കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്നതിൻ്റെ അപ്പുറത്ത് സിനിമ ഒരു ആർട്ടാണല്ലോ. സിനിമ ഇസ് ദ ആർട്ട് ഓഫ് ദ സെഞ്ചുറി എന്നാണ് ഫിലിമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ആർട്ടിനെ ഒരു ആർട്ടിസ്റ്റ് പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് ഈ സിനിമ മാർക്ക് ചെയ്യപ്പെടുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ആ അർത്ഥത്തിൽ ഇതൊരു ആർട്ട് എന്നുള്ള അർത്ഥത്തിൽ കണക്കാക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടറിനെ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്ടറിന് നമ്മൾ ഓതർ എന്ന് പറയാറുണ്ട്, ഡയറക്ടറിന് ആർട്ടിസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊരു യുണീക്ക് വർക്കായിട്ട് ഇത് മാർക്ക് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു ആർട്ടിസ്റ്റിന്റെ ആർട്ട് എന്ന രീതിയിൽ ഈ സിനിമ രേഖപ്പെടുത്തപ്പെടും. ഉള്ളിൽ അങ്ങനെ പരിമിതികളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന നമുക്കാണുള്ള പരിമിതികളുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, വാക്കുകളില്ലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ തൊട്ടുകൂടെ ആ സംഭവം ഒരു പ്രശ്നം ഇതിൽ ഇവർക്കത് കമ്മ്യൂണിക്കേറ്റ് ആവാൻ ഉണ്ടാവും. കാലഘട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന്, പല സ്ഥലത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എനിക്ക് ഭയങ്കര ലൈക്ക് പല പ്ലേസിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നത്. പിന്നെ ലാസ്റ്റില് കൊടുത്തിട്ടുള്ള മ്യൂസിക്, ടൈറ്റ് വരുന്ന സമയത്തുള്ള ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് ആസ് എ മേക്കർ നിങ്ങൾക്ക് പറയാം എന്റെ സിനിമ എങ്ങനെയാണെന്ന് പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്രയും നേരം കുടിച്ച ചായയുടെ മധുരം മുഴുവൻ ആ മ്യൂസിക് പോയി. അതാണ് സംഭവിച്ചത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ള മൂഡിലേക്ക് വരെ ഞാൻ എത്തി. പക്ഷെ അതിന് പകരം ആ കൊട്ടിന്റെ മറ്റേതെങ്കിലും ഒരു വേർഷൻ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ എൻ്റെ ഒന്നും കൂടെ ആസ്വദിച്ചേനെ. വളരെ സറ്റാരിക്കലല്ല, എന്താ പറയാ, മനോഹരമായി പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമ വെറുതെ ചായ കുടിക്കല്ല. ഇന്ത്യയിൽ ഉള്ള ജാതിയും വംശീയവുമായിട്ടുള്ള എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെയും അല്ലെങ്കിൽ അത്തരം ബോധങ്ങളെയും ഒക്കെ വളരെ മനോഹരമായി പോർട്രേ ചെയ്യാൻ ശ്രമിച്ച ഒരു കുഞ്ഞു സിനിമ എന്നുള്ള അർത്ഥത്തിൽ 2013 എടുത്ത സിനിമ എന്നുള്ള അർത്ഥത്തിൽ
ഒരു വലിയ വർക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ളത് ഈ കാലഘട്ടത്തിൽ ഇതിൽ പറയാൻ ശ്രമിച്ചതൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത സമയത്ത് ഞാൻ പറയാൻ എടുത്തൊരു രീതിയായിരുന്നു ഇത്. ഇന്ന് കുറച്ചുകൂടി ശക്തിയുണ്ട് പറയാനും ചെയ്യാനൊക്കെ.